ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ലഞ്ചിനുണ്ടായിരുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയിലെ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് നല്ല അടികട്ടിയുള്ള ചെമ്പ് വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരുംജീരകവും കൂടി ചതച്ചത് അതിലേക്ക് ചേർക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു 2 വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയും കൂടി ഇട്ടിട്ട് വഴറ്റാം. ഇത് ഏകദേശം 1 കിലോയും കുറച്ചും കൂടിയൊക്കെ വരുന്ന ഒരളവ്, ഒരു 1-200 പറ്റുന്ന അളവിലാണ് ഞാൻ റെസിപ്പി പറയുന്നത്. ഇത് നല്ല രീതിക്കൊന്ന് വഴണ്ട് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ രീതിക്ക് നന്നായിട്ട് വഴണ്ടി വരുമ്പം നമ്മൾ അതിലേക്കൊരു തക്കാളിയും കൂടി ചേർക്കാം. തക്കാളി ചേർത്ത് ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് തക്കാളി നല്ല പേസ്റ്റ് പോലെ ആയി വരുന്നവരെ ഒന്ന് വേവിക്കണം. അതിന് അടച്ച് വെച്ച് വേവിക്കുന്നതാണ് നല്ലത്, വെള്ളം ഒഴിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തലേ ദിവസം തന്നെ തേങ്ങയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളകും ഉള്ളിയും പെരുംജീരകം, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് വറുത്ത് വെച്ചൊരു പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് നന്നായിട്ട് ഈ പേസ്റ്റിലേക്ക് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വയ്ക്കും. കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. ആ ഒരു ടൈമിൽ പുറത്തിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കും. ആ സമയത്ത് നന്നായിട്ട് ഞാൻ ഈ തേങ്ങയൊക്കെ അരച്ചെടുത്തു. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. അത് ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്തും കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഒരു പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, അത് ഇതുപോലെ പീസസ് ആക്കിയിട്ട് ചേർത്തു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി, ഫുള്ളി കുക്കാവാൻ വേണ്ടിയിട്ട്, മുഴുവനായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചു. പാകത്തിന് വെള്ളമൊക്കെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ അത് നന്നായി തിളച്ച് ഏകദേശം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോഴേക്കും മോളിതാവുന്നു, മണമൊക്കെ അടിച്ചപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ആൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചിക്കൻ്റെ കാല് കഴിക്കണം എന്നാൾ പറയണേ. ചിക്കൻ കഴിക്കാനുള്ള അവൾക്ക് പക്ഷേ ഞങ്ങൾ വേറെ തന്നെ എടുത്ത് കുക്ക് ചെയ്ത് വെക്കും റൈസിൻ്റെ കൂടെ. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റി, തേങ്ങാക്കൊത്ത് ഇടാറുണ്ട്, ഇന്നിപ്പോൾ തേങ്ങാക്കൊത്ത് അവൈലബിൾ ആയില്ല. അങ്ങനെ അതൊക്കെ വഴറ്റി കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. നല്ല ചൂടോടെ. നല്ല അടിപൊളി സൗണ്ടാണ് ആ സമയത്ത്, നല്ല സ്മെല്ലുമാണ്. അപ്പോൾ അത് ഫ്ലേവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്തു ഇതുപോലെ സെർവ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത്